എൻ്റെ യൂട്യൂബിലുള്ള 1K 111 സബ്സ്ക്രൈബേഴ്സ് ക്ക് കാരണം എൻ്റെ പിന്നെ യൂട്യൂബ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തുടങ്ങിയതാണ്. എൻ്റെ ഇഷ്ടത്തിന് തുടങ്ങി എൻ്റെ താല്പര്യങ്ങൾ മാത്രം, എൻ്റെ ഇഷ്ടം. ഓരോരുത്തരും ഓരോ യൂട്യൂബ് തുടങ്ങും. ഞാൻ ആരെയും കാണിക്കാനോ ആരെയും കുറിച്ചോ ഒന്നുമല്ല. ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ സമയം പോക്കിനും എനിക്ക് കുറേ നല്ല ഫ്രണ്ട്സുകളെ കിട്ടിയതുകൊണ്ടും നല്ല ഫ്രണ്ട്സുകളെ ആയതുകൊണ്ടും അവർക്ക് വേണ്ടിയിട്ടും മാത്രമാണ് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയിരിക്കുന്നത്. എൻ്റെ യൂട്യൂബിനകത്ത് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വന്ന് കയറിയിട്ടുണ്ട്, ആഡായിട്ടുണ്ട്. കുറച്ച് നാൾ കൊണ്ട് അവരവിടെ ഇരുന്നത് പാഷാണത്തെ കൃമികളെ പോലെ ഇരുന്ന് ക്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളിവിടെ ശ്രദ്ധിക്കും, ദയവേത് നിങ്ങൾ ഇറങ്ങിപ്പോവുക. നാണം കെട്ട് എന്തിനാണ് എൻ്റെ ചാനലിൽ വന്നിരിക്കുന്നത്? എനിക്കിഷ്ടമുള്ളത് എൻ്റെ ചാനലിൽ ഇടും. ഞാൻ ഒരു വ്യക്തിയാണ്, എനിക്കിഷ്ടമുള്ളത് ചെയ്യും, എനിക്കിഷ്ടമുള്ളത് ഞാൻ ഇടും. നിങ്ങളാരാ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ? നിങ്ങൾ എന്തിനാ എൻ്റെ ചാനലിൽ വന്നിരിക്കുന്നത്? നാണം കെട്ട വർഗങ്ങളെ. എനിക്ക് എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തുകൂടാ? എനിക്ക് സംസാരിച്ചുകൂടാ? ഞാൻ എൻ്റെ നാവ് നിങ്ങൾക്ക് അരിഞ്ഞു തന്നേക്കുന്നോ? അല്ലെങ്കിൽ എൻ്റെ ചിന്തകളെ ഞാൻ നിങ്ങൾക്ക് തീരെഴുതി തന്നേക്കുന്നോ? നിങ്ങളെ കരുതി എനിക്ക് ഒരു വീഡിയോ ഇടാൻ വയ്യ? നിങ്ങളെന്തിന് വലിഞ്ഞു കയറി എൻ്റെ ചാനലിൽ വന്നിരിക്കുന്നത്? വൃത്തികെട്ട ജന്മങ്ങളെ, ഇറങ്ങിപ്പയ്ക്കൂടെ? ഇറങ്ങിപ്പയ്ക്കോ? എന്തിനു വന്നിരിക്കുന്നത്? സോറി, എൻ്റെ കൂട്ടുകാരല്ല, എൻ്റെ കൂട്ടുകാർക്കോ വേറെ ആർക്കോ അല്ല, കുറച്ച് ശത്രുക്കളുണ്ട് എനിക്ക്. ശത്രുക്കളെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത ശത്രുക്കളല്ല. എന്നെ ശത്രു ലിസ്റ്റിൽ കണ്ടും കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അന്വേഷിക്കാൻ കുറച്ച് ജീവികൾ, ക്ഷുദ്രജീവികൾ എൻ്റെ കയ്യിൽ കടന്നുകൂടിയിട്ട് ഞാനിത് നിവർത്തികെട്ട് ഞാൻ പറഞ്ഞു പോയതാണ്. കാരണം എന്ന് വെച്ചാൽ മേലിൽ എൻ്റെ ചാനലിൽ വന്ന് നിങ്ങളതിൽ യൂട്യൂബ് കാണും. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യും, എൻ്റെ അതിനെ ബ്ലോക്ക് ചെയ്യും. തന്തയ്ക്ക് പറഞ്ഞവരാണെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വയ്ക്കൊള്ളണം. എന്തിന്? എനിക്കിഷ്ടമുള്ളത് എൻ്റെ ചാനലിൽ ചെയ്യും, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, എനിക്കിഷ്ടമുള്ള സംസാരിക്കും, എനിക്കിഷ്ടമുള്ള കൂട്ടുകാരോട് ഞാൻ സംസാരിക്കും. അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യം. നിങ്ങളാര് എൻ്റെ കാര്യം അന്വേഷിക്കുക? നിങ്ങളാര് എൻ്റെ കാര്യം അന്വേഷിക്കുക? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതേ എൻ്റെ ചാനലിൽ ഇടാവുക. ഞാൻ സംസാരിക്കുന്നത് നിങ്ങളെയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്ക് പലതും സംസാരിക്കാൻ കാണും. എനിക്ക് പലതും സംസാരിക്കാനും പലതും ഇടാനുമാണ് ഞാൻ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളെ കരുതി എനിക്ക് ഒന്ന് സംസാരിക്കാൻ വയ്യ, എനിക്ക് ഇറങ്ങി നടക്കാൻ വയ്യ, എവിടെയെങ്കിലും എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അത് കുറ്റം, ഞാൻ വന്ന് കയറിയ കുറ്റം, കുറേ അധിക്ഷേപങ്ങളുമായിട്ട് കുറേ ആൾക്കാരെ ആടാക്കിക്കൊണ്ട് മെനക്കെട്ട്, കുറേ ആൾക്കാരൊന്നുമില്ല, അവിടെ മെനക്കെട്ട് കുറച്ച് പേരിരിപ്പുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും നല്ലപ്പോൾ ജോലികളൊന്നുമില്ലേ വീട്ടിൽ? നിങ്ങളെ കുടുംബകാര്യം നോക്ക്, നിങ്ങളെ കുടുംബകാര്യം നോക്കി, നിങ്ങളെ കാര്യം നോക്കി നിങ്ങൾ ജീവിക്കാൻ നോക്ക്. നിങ്ങളെന്തിനാ എൻ്റെ ചാനലിൽ വന്നിരിക്കുന്നത്? നിങ്ങളല്ലേ കയറി എൻ്റെ ചാനലിൽ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ആടാക്കിയതൊന്നുമല്ല, നിങ്ങളെ ഞാൻ വിളിച്ചിട്ടുമില്ല. ദയവേത് ഇറങ്ങിപ്പയ്ക്കോ, നാണം കെട്ട് വന്നിരിക്കാതെ. ഞാൻ എൻ്റെ ചാനലിൽ പലതും ചെയ്യും, എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യും, എനിക്കിഷ്ടമുള്ളത് പറയും, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, എനിക്കിഷ്ടമുള്ളത് സംസാരിക്കും. അത് എൻ്റെ പേഴ്സണൽ കാര്യം. ഞാൻ ചാർജ് ചെയ്ത് എൻ്റെ മൊബൈലിൽ ഞാൻ ചാർജ് ചെയ്ത് എൻ്റെ യൂട്യൂബിനകത്ത് എനിക്കിഷ്ടമുള്ളത് ഇടും. അത് എൻ്റെ കൂട്ടുകാരുണ്ട്, എനിക്ക് കാണാൻ ഒരുപാട് പേരുണ്ട്. അറിയാതെയും കേൾക്കാതെയും കുറേ മക്കളുകളുണ്ട്. നിന്നെയൊക്കെ പോലെ കുറച്ച് പേരിങ്ങനെ അതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് വന്നു, ഇവളെന്ത് ചെയ്യണം, എന്ത് സംസാരിക്കണം എന്ന് ഞാൻ തുപ്പണത് വാങ്ങിക്കാൻ, എൻ്റെ തുപ്പലേറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നു. നാണം കെട്ടത് ഇറങ്ങിപ്പൊയ്ക്കൊള്ളണം. മേല് എൻ്റെ ചാനലിനകത്ത് ഞാൻ പലതും ഇടും. എൻ്റെ ചാനലിനകത്ത് കണ്ടും കൊണ്ട് വന്നിരുന്നു അവിടെ എവിടെയും ചെന്നിരുന്ന് വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. കഴിവുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ വന്ന് സംസാരിച്ച് നോക്ക്, അപ്പോഴറിയാം. മേല് ഇറങ്ങിപ്പൊയ്ക്കൊള്ളണം, പറഞ്ഞായിട്ടല്ല. വന്ന് ഇരുന്ന് എവിടെ നിന്നൊക്കെ വലിഞ്ഞ് കയറി വന്ന് ഇരുന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഏത് ചെയ്യുന്നു, ഞാൻ എന്ത് സംസാരിക്കണം, ഞാൻ സംസാരിക്കുന്ന എൻ്റെ കഴിവ്, ഞാൻ ചാനലെടുത്തെങ്കിൽ എൻ്റെ കഴിവ്. എന്നെ വന്നിരുന്ന് വിമർശിക്കേണ്ട കാര്യമല്ല. നിങ്ങൾക്ക് ഏറ്റവും നനപ്പുമില്ലാതെ അവിടെ ഇരുന്നും കൊണ്ട് ക്രിമിക്കും പോലെയല്ല. എനിക്ക് വേറെ പണികളുണ്ട്, മനസ്സിലായ? പണിയും ജോലിയും കൂലിയും ഇല്ലാതെ കുറേ എണ്ണം കുറച്ച് എൻ്റെ ചാനലിൽ അനാവശ്യമായിട്ട് കയറി വന്നിരുന്നും കൊണ്ട് വിമർശിക്കാൻ വന്നിരിക്കുന്നു.
ഇറങ്ങി പൊയ്ക്കോളണം നാണം കെട്ട വർഗങ്ങളെ. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറയും. നാളെ മുതൽ എനിക്ക് വായി വരുന്നത് മൊത്തം പറയും. നിങ്ങളെയാണെന്ന് പറഞ്ഞ് നിങ്ങളാണെന്ന് നിങ്ങളെ പേര് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ സ്ഥലം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെയാണെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ സംസാരിക്കും. വന്ന് കയറി വന്നിരുന്നിട്ട് മറ്റേ എൻ്റെ ചാനലിൽ വന്നിരിക്കുന്നതും പോരാ. ദയവേത് ഇറങ്ങിപ്പോയിക്കൊള്ളണം. പറഞ്ഞായിട്ടല്ല, 2 വർഷം കൊണ്ട് ഞാൻ കേൾക്കണം ഇങ്ങനെ. എനിക്ക് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. പൊയ്ക്കോളണം ഇറങ്ങി എൻ്റെ ചാനലിൽ നിന്ന്. സോറി മക്കളെ. ഞാൻ എൻ്റെ കൂട്ടുകാർക്കൊന്നുമല്ല, ഒരുപാട് നല്ല നല്ല കൂട്ടുകാർ ഇതിൽ ആഴായിട്ടുണ്ട്. അതൊന്നുമല്ല, കൊല്ലം ജില്ലയിൽ നിന്ന് ഒരു സ്ഥലത്ത്, ഇപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നു, കൊല്ലം ജില്ലയിൽ നിന്ന് ഒരു സ്ഥലത്തുള്ള കുറച്ച് പേര്, അത് അവർ ഇങ്ങനെ മെനക്കെട്ട് എൻ്റെ ചാനലിൽ കണ്ടുപിടിച്ച് മറ്റുള്ളവരെ എല്ലാം ആടാക്കി ഇങ്ങനെ വന്നിരുന്ന് ഏറ്റവും നനപ്പും ഒന്നുമില്ലാതെ വന്നിരുന്നും കൊണ്ട് കുറേ കൃമിത്തനങ്ങൾ കുറേ നാളായി അതങ്ങനെ തുടങ്ങിയിട്ട്. 2 വർഷത്തോളമായി. നിർത്താറായില്ലേ നാണവും മാനവും കെട്ട വർഗങ്ങൾ.